മോദി ട്രംപ് കൂടിക്കാഴ്ച വലിയ ചർച്ചയായിരിക്കുകയാണ് ലോകമെങ്ങും. ഇത് ഇപ്പോൾ നിരവധി പ്രതിരോധ സംബന്ധമായ ഇടപാടുകളിലും ഇന്ത്യ അമേരിക്ക സഹകരണം കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് ഈ മോദിയും ട്രംപുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച ഇന്ത്യൻ പ്രതിരോധ മേഖലയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ ഈ ഏഷ്യയിലെ മൊത്തത്തിൽ ഏഷ്യയെയും അതുപോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ബംഗ്ലാദേശ്, ചൈന ഒക്കെ ഉണ്ടല്ലോ. ഈ അയൽ രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാണ് ഈ ട്രംപ് മോദി സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുക? ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് ആദ്യം തന്നെ ഒരു ചൂണ്ടിക്കാട്ടൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ട്രംപ് മോദി സൗഹൃദം എന്നൊരു കാഴ്ചപ്പാട് അത് വേണ്ട. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ട്രംപിൻ്റെയും മോദിയുടെയും കാലഘട്ടത്തിൽ അതും കറക്റ്റാണ്. അതിനപ്പുറത്തേക്ക് പോകണ്ട. കാരണം ഇന്നലെ തന്നെ നരേന്ദ്രമോദി തന്നെ അവിടെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ നോക്കുന്നത് മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഞാൻ നോക്കുന്നത് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു മെഗാ കോഓപ്പറേഷൻ ഫോർ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ നന്നാക്കാനും ഇന്ത്യയെ വികസിപ്പിക്കാനും നോക്കുന്നത് ലോകത്തിന് ഒരു വലിയ വികസനമായിട്ട് മാറാം, ഗുണം ചെയ്യും ഏതാ പറഞ്ഞു. ഇത് മോദി നേരത്തെ ബാരക് ഒബാമയുടെ കാലത്ത് 2014 അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിച്ചപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ വാചകമായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം, ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യമാണ് അമേരിക്കയുടേത്. രണ്ടും കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അക്കാലം വരെ 2014 വരെ ഉണ്ടായിട്ടുള്ള സ്വരച്ചേർച്ചകളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും പരസ്പര സംഘർഷങ്ങളെയും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്നായി നിന്ന് കഴിഞ്ഞാൽ ലോകത്തിനത് ഗുണമാകും. അതിനുവേണ്ടിയുള്ള സംഗീതം ആരംഭിക്കാൻ പോകുമ്പം വാദ്യ കലാകാരൻ വല്ലതും റെഡിയായി ഉപകരണങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യത ഉറപ്പാക്കി കഴിഞ്ഞു. ഇനിയും പുതിയ സംഗീതം തുടങ്ങാം എന്നാണ് മോദി അന്ന് പറഞ്ഞത്. അതേ വാചകം തന്നെ ബാരക് ഹുസൈൻ ഒബാമയോട് അദ്ദേഹത്തിൻ്റെ സമയത്ത് കോൺഗ്രസിൽ പറഞ്ഞ വാചകം തന്നെയാണ് മോദി ട്രംപിനോടും പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് നിങ്ങൾ അമേരിക്ക ഗ്രേറ്റാക്കാൻ ശ്രമിച്ചു, ഞാൻ ഇന്ത്യയെ ഗ്രേറ്റാക്കാൻ ശ്രമിക്കും. ആശയക്കുഴപ്പമില്ല, യാതൊരു സംശയവും വേണ്ട. രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഉയർത്താൻ ഗുണം ചെയ്യും, ലോകത്തിന്റെ വികസനം സാധ്യമാകും. അതാണ് അടിസ്ഥാന വിഷയം. ഇനി പ്രതിരോധത്തിലേക്ക് വരാം. ഈ പ്രതിരോധം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ലോകത്തിൽ സമാധാനം നിലനിൽക്കുമ്പോഴാണ് പ്രതിരോധം ഉണ്ടാവുക. പരസ്പരം ആക്രമിക്കാൻ തയ്യാറാവാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞു തീർക്കാനും ഒക്കെ അല്ലെങ്കിൽ എതിരാളി ശക്തനാണെന്ന് അറിയാവുന്നത് കൊണ്ട് നിയന്ത്രണം പാലിച്ചു ഒക്കെ പരസ്പരം പോരില്ലാത്ത കാലമാണ് എപ്പോഴും വികസനത്തിന് ഏത് ലോകരാജ്യങ്ങളുടെയും സാധ്യത വളർത്തുന്നത്. നമ്മളൊന്ന് പുറകോട്ട് പോയാൽ 2015 തൊട്ട് 19 വരെ 16 തൊട്ട് 20 വരെ ആ കാലഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലമായിരുന്നു അമേരിക്ക ലോകത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനും യുദ്ധം ഉണ്ടാക്കുന്നതിനുമുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും തടസ്സം നിന്ന കാലഘട്ടം. അക്കാലത്താണ് എബ്രഹാം അക്കോർഡ് ഉണ്ടായത്. അക്കാലത്താണ് പശ്ചിമേഷ്യയിലേക്ക് സമാധാനപരമായ സഹവർത്തിത്വ സന്ദേശം അമേരിക്ക അയച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഉത്തര കൊറിയയൊക്കെ ആണെങ്കിൽ ഞാൻ ആ സമയത്ത് അമേരിക്കയിലുണ്ട്. ആ സമയത്ത് യാദൃച്ഛികമായിട്ട് അന്ന് എന്നും വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഉത്തര കൊറിയയിൽ നിന്ന് നേരിട്ട് മിസൈൽ അയച്ചാൽ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അയച്ചാൽ ഈ ട്രംപിൻ്റെ സ്ഥലമായ ഫ്ലോറിഡ അമേരിക്കയിൽ അവിടെ എത്താൻ പറ്റുന്ന സാധനമൊക്കെ ഇവിടെ പറഞ്ഞ് ക്ലെയിം ചെയ്തത്. അന്നൊക്കെ എല്ലാവർക്കും ഭയമായിരുന്നു.
എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. എല്ലാത്തിനും അദ്ദേഹം വേണ്ടതുപോലെ മാനേജ് ചെയ്തു. അതൊരു ഘട്ടം. അതുകൊണ്ട് ട്രംപിൻ്റെ സമീപനം, ഞാനത് റിപ്പബ്ലിക്കൻ്റെ സമീപനമൊന്നോ ഡെമോക്രാറ്റ് സമീപനമൊന്നും അല്ല പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ സമീപനം അന്ന് ലോക സമാധാനത്തിനും വികസനത്തിനും അനുകൂലമായിരുന്നു. വീണ്ടും അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ സമയമില്ല. എങ്കിലും പരിമിതമായ സമയത്തുള്ളിൽ ഞാൻ പ്രതിരോധത്തിലേക്ക് തന്നെ വരാം. പ്രതിരോധത്തിന് ഇന്ത്യക്ക് അമേരിക്ക ഒരു ചലഞ്ചായത് എപ്പോഴാണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ട്. ആ ഒരു സാഹചര്യം വരുന്നത് 1962 ഇന്ത്യയും ചൈനയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം 1960-കളുടെ അവസാനം 70-കളുടെ ആദ്യം ഒരു പുതിയ ബന്ധമുണ്ടാകുന്നു. ചൈന സ്വയം പതിവുള്ള ചതിവിൻ്റെ പണി കാണിച്ചു. ചൈന ഇന്ത്യയെ ചതിച്ച പോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ചതിച്ചു. സോവിയറ്റ് യൂണിയനാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വിപ്ലവം വിജയിക്കുന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയ രാജ്യം. അതെ. ആ സോവിയറ്റ് യൂണിയനോട് സ്ഥിരം യുദ്ധമായി, പോരാട്ടമായി പലതരത്തിലും. ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ സോവിയറ്റ് യൂണിയന് ചൈന ഒരു ശത്രുവായിട്ട് മാറി. അമേരിക്കയ്ക്ക് ശീതസമര കാലത്ത് അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയൻ ശത്രുവായി. ഇപ്പം അമേരിക്കയും ചൈനയും കൂടെ ചേർന്ന് റിച്ചാർഡ് നിക്സനും ഡോക്ടർ കിസിഞ്ചറും അവിടെയും ഇവിടെ മാവോ സേതുങ് ആദ്യ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇവർ ചേർന്നൊരു അച്യുതനുണ്ടാക്കി. അമേരിക്കയും ചൈനയും കൂടെ ചേർന്ന് അച്യുതനുണ്ടാക്കി. അപ്പോൾ അമേരിക്കയുടെ ശത്രുരാജ്യം സോവിയറ്റ് യൂണിയനുണ്ട്, ചൈനയ്ക്ക് ഇന്ത്യ ശത്രുരാജ്യമായിട്ടായി. ഈ രണ്ട് രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കൂട്ടുകെട്ടുണ്ടാകുന്നത്. ആ കൂട്ടുകെട്ടിനകത്ത് ഒരു വേട്ട പട്ടിയുടെ റോളിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അത് വലിയ റോളൊന്നും പാകിസ്ഥാനില്ല. ഈ മൂന്ന് അച്യുതണ്ട്, ചൈനയും പാകിസ്ഥാനും അമേരിക്കയും ചേർന്ന അച്യുതണ്ട് തുടർന്ന് വന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നീട് വന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം കാണുന്നത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം തീർന്നു. കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണം അവസാനിച്ചു. 1990 ആ വർഷം തൊട്ടിട്ട് ഏതാണ്ട് 89 തുടങ്ങി ഇന്ത്യയിൽ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്ക അമേരിക്കയുടെ വഴി കൂടെയും ചൈന ചൈനയുടെ വഴി കൂടെയും ഇസ്ലാമിക ശക്തികൾ അവരുടെ വഴി കൂടെയും പാകിസ്ഥാനിൽ കൂടെയും ഇന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് ഒരു 7-8 വർഷം കണ്ട രാഷ്ട്രീയം, ഇന്ത്യക്കുള്ള രാഷ്ട്രീയം. അത് കഴിഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് വന്നു. അതൊരു കൂട്ടുകക്ഷി സർക്കാരായിരുന്നു. അതല്ല, ഞാൻ വേറൊരു വിഷയമാണ് പറഞ്ഞു വരുന്നത്. വാജ്പേയി സർക്കാർ വരുമ്പോഴാണ് തനത് ഭാരതീയ ദേശീയതയുടെ ശക്തികൾ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് വരുന്നത്. അതെ. കാർഗിലിൽ ശക്തി കാണിച്ചു കൊടുത്തു. അമേരിക്കയെ ഇടപെടാൻ പോലും അവസരം കൊടുത്തില്ല. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ ദേശീയ ശക്തികൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ചൈനയ്ക്കാണെങ്കിലും വിചാരിച്ചത്ര എളുപ്പമല്ല ഒരു പിടിച്ചെടുക്കൽ എന്ന ബോധ്യമുണ്ടായി. ആ ബോധ്യത്തിലാണ് അവരെല്ലാവരും 3 കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് ഭാരതത്തിന് അതിർത്തിക്ക് പുറത്തു നിന്ന് വേണ്ട സഹായം ചെയ്തു. ഓർമ്മയുണ്ടല്ലോ, ആ സമയത്ത് നരേന്ദ്രമോദി അമേരിക്ക കയറാതിരിക്കാൻ വേണ്ടി വിസ കൊടുക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ അറിയാമല്ലോ, പെട്ടെന്ന് പറഞ്ഞു വന്നത്. ആ സന്ദർഭത്തിലാണ് അവർ 3 കൂട്ടരും, അമേരിക്കയും ചൈനയും പാകിസ്ഥാനും, അമേരിക്കയോടും പാശ്ചാത്യ ശക്തികളോടും ഒത്തുനിൽക്കുന്ന ഭാരതത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം, സോണിയയും കോൺഗ്രസും കൂട്ടരും, ചൈനയോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ, ഈ 3 കൂട്ടരും കൂടെ ഇന്ത്യക്കകത്ത് നിന്ന്, ഈ 3 രാജ്യങ്ങളും പുറത്തു നിന്ന് ഈ ഒരു കൂട്ടുകെട്ട് അന്നത്തെ വാജ്പേയിയുടെ സർക്കാരിനെ മാറ്റി പുതിയ സർക്കാരിനെ കൊണ്ടുവന്നു. അതിന് പിന്നെ തിരിച്ചടിയാണ് മോദി വന്നപ്പോൾ ഉണ്ടായത്. മോദി ആദ്യം ചെയ്ത കാര്യം ഈ കൂട്ടായ്മയിൽ നിന്ന്, അത് ബാരക് ഒബാമയാണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും, ഈ കൂട്ടായ്മയിൽ നിന്ന്
പിടിച്ചു മാറ്റുന്നത്, അമേരിക്കയെ പിടിച്ചു മാറ്റുന്നതിന് ശ്രമമാണ് നോക്കിയത്. ആത്മാർത്ഥമായിട്ടും പാകിസ്ഥാനെടുത്ത് ശ്രമിച്ചു, ആത്മാർത്ഥമായും ചൈനയെ കൂടെ നോക്കി. അത് പറ്റാതെ വന്നപ്പോഴാണ് അമേരിക്കയെ നിശബ്ദമാക്കാനോ ന്യൂട്രലൈസ് ചെയ്യാനോ ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ വിജയം എളുപ്പം പറയുന്നത് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ആ വിജയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു കൃത്യമായ ഘട്ടത്തിലെത്തിയത്. ഇന്നത് പൂർത്തിയായിരിക്കുന്നു. ഇടയ്ക്ക് ജോ ബൈഡൻ വന്നോ വേറൊരു കാര്യമുണ്ടായി. ജോ ബൈഡനും ചൈനയുമായിട്ട് അത്ര സൗഹൃദമൊന്നും അല്ലെങ്കിൽ പോലും ജോ ബൈഡൻ റഷ്യയായി പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കാണാൻ തുടങ്ങി. അന്താരാഷ്ട്ര രംഗത്ത് റഷ്യയെ ശത്രുവായി കണ്ടിട്ട് ചൈനയുടെ കാര്യത്തിൽ നിശബ്ദത പാലിച്ചിട്ട് യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രണതന്ത്രമാണ് ബൈഡൻ കണ്ടത്. ഡൊണാൾഡ് ട്രംപ് കയറി ഉടനെ ചെയ്തത് ചൈനയാണ് പ്രധാന ശത്രുവെന്ന് കൃത്യമായ ഓർമ്മയോടുകൂടി റഷ്യയുമായി ഒത്തുതീർപ്പിലുള്ള വഴിയിലേക്ക് പോകുക അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് സഹായകരമായ കാര്യമാണ്. പിന്നെ സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതും F-35 വാങ്ങിക്കുന്നതൊക്കെ വേറെ വിഷയം, ടെക്നോളജി കിട്ടുന്നതൊക്കെ വേറെ വിഷയം. ഇതിലൊക്കെ പ്രധാന ഭാഗം ഇതാണ്. പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. ഒരു പ്രതിരോധ നയതന്ത്രം കൃത്യമായിട്ടും കൃത്യമായിട്ടാണ്. അതിൻ്റെ ആ ധൈര്യത്തിനാണ് ട്രംപ് ചോദിച്ചു, ചൈനയുടെ കാര്യത്തിൽ ഞാൻ സഹായിക്കട്ടെ, ഞാൻ ചൈനയുടെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ ചോദിച്ചു കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ സൈഡിൽ നിന്ന് നരേന്ദ്രമോദി പറഞ്ഞ മറുപടി, വേണ്ട, ഞങ്ങൾക്ക് അയൽവക്കത്തുള്ള രാജ്യങ്ങളോടെല്ലാം ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചോളാം. ബൈലാറ്ററൽ ടാക്സിൽ ദ്വിരാഷ്ട്ര ചർച്ചയിലൂടെ പരിഹരിച്ചു, ദയവായി അതിനകത്ത് നന്ദിപൂർവ്വം. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, പത്രക്കാരൻ ചോദിച്ചു ട്രംപിനോട്, വാട്ട് അബൌട്ട് ബംഗ്ലാദേശ്? ലോകം മുഴുവൻ അറിയാം ബംഗ്ലാദേശിലെ പ്രശ്നമുണ്ടാക്കിയതും ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെ പിടിച്ചിറക്കിയതും അവിടെ അട്ടിമറി നടത്തിയതും അമേരിക്കയുടെ കയ്യിൽ കൂടിയാണെന്ന്. ഡീപ് സ്റ്റേറ്റിൻ്റെ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ജോ ബൈഡൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും ജോർജ് സോറോസിൻ്റെയും US എയ്ഡ് മുഖാന്തരവും ഒക്കെയുള്ള സഹായം കൊണ്ടാണ് ഇത് ലോകം മുഴുവൻ അറിയാം. അവിടെയും നേരത്തെ ചൈനയുമായി ബന്ധപ്പെട്ട ഉത്തരം കൃത്യമായി കൊടുത്തു കഴിഞ്ഞപ്പം ട്രംപ് തന്നെ വോളണ്ടറിലി പറഞ്ഞു, ഐ ലീവ് ഇറ്റ് ടു മോദി, ഹി ഈസ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നായിരിക്കണം അദ്ദേഹത്തിൻ്റെ. അതെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം, അത് വേറൊന്നുമല്ല, മണിപ്പൂർ ഇന്ത്യയുടെ ആന്തരിക പ്രശ്നമാണ്. ഈ ആന്തരിക പ്രശ്നത്തിൽ ഇടപെട്ട് സഹായിക്കാമെന്ന് ബൈഡൻ ഭരണകൂടം പറഞ്ഞതാ ഇങ്ങോട്ട്. അതെ, ഔദ്യോഗികമായിട്ട് ഈ വിഷയം ഞങ്ങൾ പരിഹരിച്ചു തരാം. അന്ന് മോദി എന്ന് പറഞ്ഞു, നോ, വി വിൽ ഹാൻഡിൽ ഇറ്റ് ഔട്ട്, ഞങ്ങൾ ചെയ്തോളാം, ഇടപെടണ്ട എന്ന് പറഞ്ഞു. ഈ ഇടപെടണ്ട എന്ന് പറയുന്നതിനകത്തും ചില കാര്യങ്ങളുണ്ട്. അത് ഒറ്റ വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇടപെടലുകളിലൊക്കെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എന്തിനാ, ഞാനും പ്രശാന്തുമായിട്ട് ബന്ധത്തിൽ പോലും പ്രശാന്ത് എന്നെ വിളിച്ച് പറയുകയാണ്, വരൂ സാറേ ഒരു ഊണ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്രയും അങ്ങ് നിഷ്കളങ്കമായിട്ട് കാണേണ്ട കാര്യമില്ല. ഒന്നുകിൽ പഴയ വ്യക്തിപരമായിട്ട് പഴയ ബന്ധം സ്നേഹം കൊണ്ടായിരിക്കും, ആ സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യം ഉദ്ദേശിച്ചായിരിക്കും. അതുകൊണ്ട് ദർ ഈസ് നോ ഫ്രീ ലഞ്ച് ഇൻ ഇന്റർനാഷണൽ. സൗജന്യം വേണ്ട ഡിപ്ലോമസി. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനപ്പുറമായിട്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ചൈനയും ഇന്ത്യയും എന്നുള്ള വിഷയത്തിൽ അമേരിക്ക ഇടപെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയും നമ്മൾ നിലകൊള്ളേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രതിരോധപരമായിട്ട് പറയുമ്പം സാമ്പത്തികമായ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള 2.5 ഇരട്ടിയാണ്. ഇപ്പം $129 ബില്യൺ ബിസിനസ് നടക്കുന്നതാണ് 2030 500 ആക്കണമെന്ന് പറഞ്ഞത്. F-35 പോലുള്ള യുദ്ധവിമാനങ്ങളും സൗകര്യങ്ങളും ലഭിക്കുന്നു. സാങ്കേതിക ജ്ഞാനം നമുക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒപ്പം തന്നെ പ്രതിരോധ കാര്യത്തിൽ കൃത്യമായും അജണ്ടയോടുകൂടി ഭാരതത്തെ തകർക്കാൻ, മോദിയെ തകർക്കാൻ, ദേശീയതയുടെ ശക്തികളെ തകർക്കാൻ
ഉള്ള എല്ലാ പദ്ധതികൾക്കുമുള്ള പ്രതിരോധം കൃത്യമായും തീർത്തിട്ടാണ് നരേന്ദ്രമോദി വാഷിങ്ടണിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.